ഹായ്, വെൽക്കം ബാക്ക് ടു ജേഷീസ് വ്ളോഗ്. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? ഇങ്ങനെ മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, അങ്ങനെ പോണു. പിന്നെ ഇന്ന് അടീനിയത്തിൻ്റെ വീഡിയോ അല്ല കേട്ടോ. ഇന്നൊരു പോഞ്ചോ, ടേർട്ടിൽ നെക്ക് പോഞ്ചോ. അപ്പം ഞാൻ മുന്നേ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു ടേർട്ടിൽ നെക്ക് പോഞ്ചോ. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടേർട്ടിൽ നെക്ക് എങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോ ആണ് ഇന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് പ്രാവശ്യം ചെയ്തിട്ടുള്ള പോഞ്ചോ. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? നോക്കി ഇതിൻ്റെ ഒരു പാറ്റേൺ നോക്കിയേ. ഇതാണ് ടേർട്ടിൽ നെക്ക്. നല്ല ഡ്രസ്സായിരിക്കും. ഞാനിതിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ടേർട്ടിൽ നെക്ക് പോഞ്ചോ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? നമ്മുടെ കഴുത്തുള്ളിക്ക് ഇറക്കിടുന്ന ആ കോളർ പോലെ തോന്നും അല്ലേ? പക്ഷേ ഇതാണ് ടേർട്ടിൽ നെക്ക് പോഞ്ചോ. ഈ പാറ്റേൺ നോക്കി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ് ഇത്. പൈനാപ്പിൾ സ്റ്റിച്ച് പാറ്റേൺ ആണ്. അപ്പോൾ ഞാൻ ഈ പാറ്റേൺ ചെയ്യുന്നില്ല, ഞാൻ ഈ ടേർട്ടിൽ നെക്ക് എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരുടെ അടുത്തും മാക്സിമം ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ആരും ഷെയർ ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം എൻ്റെ വ്യൂസ് നോക്കിയാൽ അറിയാം ഷെയർ ചെയ്യുന്നതൊക്കെ കുറവാണ്. അപ്പോൾ ഞാൻ വേണ്ടില്ലേ എങ്ങനെയുണ്ട്? ഇതാണ് ഇങ്ങനെ വെക്കുക, ഇതാണ് എൻ്റെ ഒരു ഭംഗി. നമുക്ക് നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആകുമ്പോൾ ഇതിങ്ങനെ കയറ്റി നമ്മുടെ ചെവിയുടെ ഒപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല സുഖമാണ്. ഇപ്പം തന്നെ ഇവിടെ മഴ പെയ്തിട്ട് ഇങ്ങനെ തണുപ്പായിട്ട് ഇരിക്കല്ലേ, അപ്പോൾ ഇതിടുമ്പോൾ നല്ല സുഖമാണ്. ഇങ്ങനെ ഈ കോളർ ഇങ്ങനെ ആക്കി വയ്ക്കുമ്പോൾ ഒക്കെ നല്ല സുഖമാണ്. അപ്പോൾ നമ്മൾ നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുമ്പോഴോ ഇവിടെ ഭയങ്കര കംഫർട്ടബിളാണ്. ഉണ്ടല്ലേ, നല്ലൊരു പാറ്റേൺ അല്ലേ? നോക്കി എന്ത് രസമായിരിക്കണേ. നല്ല വർക്കാട്ടോ, ഒരുപാട് ഇത് ചെയ്തെടുക്കാണ്ട്, ഒട്ടും ഈസി അല്ല പാറ്റേൺ. അതുപോലെ തന്നെ ഒട്ടും അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അഴിച്ച് ചെയ്ത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പാറ്റേണാണ്. കണ്ടില്ലേ, അടിപൊളിയല്ലേ? അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഈ നെക്ക് ചെയ്തെടുത്തെന്ന് കാണിക്കാം കേട്ടോ. അപ്പം ഇതിൻ്റെ കഴുത്ത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? എത്രത്തോളം ലെങ്ത് വരണം എന്നുള്ളതൊക്കെ ഇപ്പോൾ ഞാൻ ഇത് വെയർ ചെയ്ത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇരിക്കണം, നമ്മൾ ആർക്ക് ഇട്ട് കഴിഞ്ഞാലും അതേപോലെ ഇരിക്കണം. ആ ഒരു ലെങ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. കാരണം ഇവിടെ ഏതൊരു പാറ്റേണാണോ നിങ്ങൾ ചെയ്യുന്നത് അതിനനുസരിച്ച്. കാരണം ഇവിടെ ഇത് കുറച്ചും കൂടി ഇറങ്ങിയിട്ടാണ് ഈ പാറ്റേൺ വന്നത് വെച്ചെങ്കിൽ നമുക്ക് അവിടുന്ന് അപ്പോൾ അത്രയും നീളം ഇങ്ങോട്ട് ഈ ടേർട്ടിൽ നെക്കിൻ്റെ ഇത് ചെയ്തെടുക്കണം, ഈ പോർഷൻ ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് എത്ര നീളത്തിൽ ഞാൻ ചെയ്തു എന്ന് പറയാത്തത് കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തർ അതുപോലെ തന്നെ നെക്ക് ചിലർ ഇടുങ്ങിയ ചെറിയ നെക്കുള്ളവരായിരിക്കും, ചിലർ കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം, നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പോഞ്ചോയുടെ ടർട്ടിൽ നെക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, പോഞ്ചോ മൊത്തം ഞാൻ ചെയ്തിരിക്കുന്നത് 3.5 mm ഹുക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. എന്നാലും 3.5 mm, 3 mm, 4 mm ഈ ഒരു റേഞ്ചിൽ എടുക്കുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. പിന്നെ യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡ് ഇത് മാജിക് നീഡിൽസ് നിന്ന് വാങ്ങിയിട്ടുള്ള ത്രെഡാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് അക്രിലിക്കാണ്. പിന്നെ ഇത് 3 പ്ലൈ ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 4 പ്ലൈ ആണോണ്ടും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം എൻ്റെ അടുത്ത് കസ്റ്റമർ കുറച്ച് കനം കുറഞ്ഞ ടൈപ്പ് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ 3 പ്ലൈ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോഞ്ചോയ്ക്ക് നമ്മൾ ടേർട്ടിൽ നെക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ പോഞ്ചോയുടെ ഫുൾ വ്യൂ എങ്ങനെയാണെന്നുള്ളത് കണ്ടതല്ലേ? അപ്പോൾ ഇനി അതെങ്ങനെയാണ് ഇതിൽ ടേർട്ടിൽ നെക്ക് ചെയ്തെടുക്കുക എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നെക്ക് പോർഷൻ വരുന്നത് ഇത് ഈ ഭാഗമാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മൾ കഴുത്ത് കൂടെ ഇറങ്ങുന്ന വിധത്തിൽ ആ ഒരു ലെങ്ത്തൊക്കെ നോക്കിയിട്ട് അതിൻ്റെ തലയിൽ ഇറങ്ങുന്ന
ഒരു ചുറ്റളവൊക്കെ നോക്കിയിട്ടാണ് എടുക്കുക. അതുപോലെ തന്നെ ഷോൾഡറിൽ വന്ന് കിടക്കുമ്പോൾ ഉള്ള ഒരു ഇത്. പിന്നെ നമ്മൾ ടർട്ടിൽ നെക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് കുറച്ച് ആദ്യം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നെക്ക് പോർഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ടർട്ടിൽ നെക്ക് ചെയ്യുന്നില്ല വെച്ചെങ്കിൽ ഇതിന് നമുക്ക് കുറച്ചും കൂടിയും അടുപ്പിച്ചൊക്കെ ചെയ്തെടുക്കാം. കുറച്ചും കൂടി ചെറിയ അളവിൽ ചെയ്താൽ മതി. ടർട്ടിൽ നെക്ക് ചെയ്യുമ്പോൾ അതിന് നമ്മൾ അതിങ്ങനെ ഇടുങ്ങി ടൈറ്റായി വരരുത് നെക്ക് ചെയ്ത് കഴിയുമ്പോൾ. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഈ ആദ്യം ചെയ്യുന്ന ഈ നെക്കിനെ കുറച്ചൊരു വൈഡാക്കി ചെയ്തെടുക്കുകയാണ് നല്ലത്. അല്ല ടർട്ടിൽ നെക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാകം അളവിന് മാത്രം ഈ നെക്ക് പോർഷൻ ഇവിടുന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ടർട്ടിൽ നെക്ക് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വൈഡായിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ ഇതിൽ ഇവിടുന്ന് തൊട്ടുള്ള ഭാഗമേ കാണിക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ 2 പോഞ്ചോസ് ഞാൻ ചെയ്ത് ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് വൈറസ് പോഞ്ചോയും ഒന്ന് ഗ്രാനി സ്റ്റിച്ച് പോഞ്ചോയും. അപ്പോൾ ഗ്രാനി സ്റ്റിച്ച് പോഞ്ചോയുമ്പോൾ നമുക്ക് അതിൽ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കഴുത്തിന് ചുറ്റും ഉള്ള അളവും അതായത് തലയിൽ കൂടെ ഇറങ്ങുന്ന അളവും പിന്നെ ഈ 2 ഭാഗത്തും സെയിം അളവിൽ എടുക്കുക. അത് ഡബിൾ ക്രോഷ്യ ക്ലസ്റ്റർ സെയിം അളവിൽ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ വൈറസ് പോഞ്ചോലാകുമ്പോൾ നമുക്ക് ആ പാറ്റേൺ ഒരു ഡിസൈനാണ് ഇതുപോലെ വരുന്ന ഒരു ഇതുപോലെയല്ല വേറൊരു ഡിസൈൻ ഇതേപോലെ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ഉണ്ട്. അത് കറക്റ്റ് നോക്കിയിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ആ 2 പോഞ്ചോയും ഇവിടെ ഇങ്ങനെ നെക്ക് പോർഷനിൽ ഒന്നും ചെയ്തിട്ടില്ല, ഫ്രീ ആയി കിടക്കണം. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി ആ പോഞ്ചോ ചെയ്യണമെങ്കിൽ ആ 2 പോഞ്ചോയ്ക്കും ഇതുപോലെ നമുക്ക് ടർട്ടിൽ നെക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ പാറ്റേൺ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാമെന്ന്. ഇപ്പൊ ഞാൻ ടർട്ടിൽ നെക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ, മനസ്സിലായോ? അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു കോർണറിന്, അതായത് നെക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു, ഇപ്പൊ ഇവിടുന്നാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇനി ഇതിൽ ഞാൻ ഈ ത്രെഡ് കൂടെ ജോയിൻ ചെയ്തല്ലോ. അപ്പോൾ അതിനൊന്നൊരു ചെയിനൊക്കെ ഇട്ട് ഇവിടെ ടൈറ്റാക്കി. ഇനി 1 2 3 ചെയിൻ ഇട്ടു. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഡബിൾ ക്രോഷ്യ ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങളിവിടെ ഏത് പാറ്റേണാണോ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് ഡബിൾ ക്രോഷ്യ ഇടുക കേട്ടോ. ഓരോന്ന് വീതം. ഇപ്പോൾ എനിക്കിവിടെ 3 ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് സ്റ്റിച്ചാണോ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് ആ ഒരു പാറ്റേണിൽ കറക്റ്റായി വരുന്ന വിധത്തിൽ ഗ്രാനി ഇത് ഡബിൾ ക്രോഷ്യ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഗ്യാപ്പിൽ 1 ചെയ്തു. ഇനി ഇതിൽ 3 ഡബിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പാറ്റേൺ ആവില്ലല്ലോ ചെയ്തിട്ടുണ്ടാവുക, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന എങ്ങനെയാണോ പാറ്റേൺ വന്നിട്ടുള്ളത് അതിൻ്റെ ആ ഗ്യാപ്പിനനുസരിച്ച് ഡബിൾ ക്രോഷ്യ ചെയ്ത് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ലാസ്റ്റ് എത്തുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതപ്പോൾ ഇതിവിടെ ജോയിൻ ചെയ്തു. എന്നിട്ട് അടുത്ത റോ ചെയ്യാൻ വേണ്ടി 3 ചെയിൻ ഇട്ടു കേട്ടോ. നമ്മൾ സാധാരണ ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്യില്ലേ ആദ്യത്തെ 3 സ്റ്റിച്ചിൽ, അതുപോലെ 3 ചെയിനിൽ ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ ജോയിൻ ചെയ്തു. ഇപ്പം നോക്കിയാൽ ഇതിൻ്റെ നെക്ക് ഇത്രയും വൈഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടർട്ടിൽ നെക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഒരു പോഞ്ചോയ്ക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ ചെയ്യുന്നത് തന്നെ അത്യാവശ്യം വൈഡായിട്ട് എടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ടർട്ടിൽ നെക്ക് ചെയ്ത് വരുമ്പോൾ അതാകെ ഇടുങ്ങി നമുക്ക് ഒട്ടും കംഫർട്ടബിൾ ആവില്ല അത് ധരിക്കുമ്പോൾ, മനസ്സിലായോ? അപ്പോൾ കാരണം നമുക്കിത് വൈഡായതിന് നമുക്കിത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് ചുരുക്കി കൊണ്ടുവരാൻ പറ്റും. ആദ്യം തന്നെ ചുരുങ്ങിയ നേരോ ആയിട്ടുള്ള നെക്കാണെങ്കിൽ നമുക്കതിന് ഒരിക്കലും ഇങ്ങനെ വൈഡാക്കി കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം ആദ്യം ശ്രദ്ധിക്കുക. ടർട്ടിൽ നെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നെക്ക് ആദ്യമേ വൈഡാക്കിയിട്ട് ചെയ്യണം, മനസ്സിലായോ? ഇനി ചെയ്യുന്നത് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യാണ് കേട്ടോ. ഇനി ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ടർട്ടിൽ നെക്കിന് ചെയ്തെടുക്കുന്ന ഒരു പാറ്റേൺ. അപ്പോൾ ആദ്യം ഒരു ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്തത് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ. ഇനി അടുത്ത് ബാക്കിലാണ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ഈ ഫ്രണ്ട് പോസ്റ്റ് ഈ ഡബിൾ ക്രോഷ്യ ഇങ്ങനെ മുകളിലേക്ക് ഹുക്ക് ഈ ഡബിൾ ക്രോഷ്യയുടെ അടിയിൽ കൊടുത്ത് ത്രെഡ് വലിച്ച് നമ്മൾ സാധാരണ ചെയ്യുന്ന ഡബിൾ ക്രോഷ്യ തന്നെ. അടുത്തത് ഇതിനെ അടിയിലേക്ക് ആക്കണം. ഈ ഡബിൾ ക്രോഷ്യ അടിയിലേക്ക് ഇങ്ങനെ, മനസ്സിലായില്ലേ? ഇങ്ങനെ ആദ്യം ചുറ്റിച്ചെടുക്കുക ഡബിൾ ക്രോഷ്യ തന്നെ. പിന്നെ ഈ സ്റ്റിച്ചിനെ അടിയിലേക്ക് ആക്കുക. എന്നിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക.
ആദ്യം ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നീട് ശരിയായിക്കോളും. 2-3 ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരു ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ, ഒരു ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ, ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. ഈ ലൈനിലും ഈ ഇവിടുന്ന് തൊട്ട് തന്നെ ഇനിയിപ്പോൾ ഇത്രയും വൈഡായിട്ടല്ല നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതിനൊന്ന് ഡിക്രീസ് ചെയ്യാം. അപ്പോൾ ഇവിടെ അത് ഇത്ര എണ്ണമൊന്നുമില്ല, നമുക്കൊരു ഏകദേശം ഒരുപോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒരു 4 സൈഡിലായിട്ട്, അതായത് 4 എണ്ണം, ഒരു ഭാഗത്ത് ഒന്ന് ഡിക്രീസ് ചെയ്താൽ അടുത്ത 2, 3, 4 എണ്ണം വരുന്ന വിധത്തിൽ ഒന്ന് ആദ്യത്തെ ലൈനിൽ ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഡിക്രീസ് ചെയ്യണം കേട്ടോ. ഈ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ ഒന്ന് എടുത്തു, അതിനിങ്ങനെ നിർത്തി. പിന്നെ അടുത്തത് ഞാൻ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ ഇതെടുക്കണം. അപ്പോൾ ബാക്ക് പോസ്റ്റും ഫ്രണ്ട് പോസ്റ്റും ഒരുമിച്ചാണ് ഞാൻ ഡിക്രീസ് ചെയ്യുന്നത്. ഉണ്ടോ, ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ ഡിക്രീസ് കൊടുത്തത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് അത് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഡിക്രീസിങ് കൊടുക്കുന്നത്. ഇത് ഇപ്പോൾ ഞാൻ കൊടുത്തത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഒന്ന് ഇപ്പോൾ ഇതിവിടെ ഒരെണ്ണേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ രണ്ടാമത് ഒന്നുകൂടി കാണിച്ചു തരാണ്. ഒന്നിനെ ഡിക്രീസ് ചെയ്ത് ഇങ്ങനെ എടുത്തു, മനസ്സിലായോ? ഇനി ഇത് ഫ്രണ്ട് പോസ്റ്റ് അല്ലേ വരുന്നത്, അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ എടുത്തു, ഇതിനെ എടുത്തു. ഇങ്ങനെയാണ് ഞാനവിടെ ചെയ്തത്, മനസ്സിലായില്ലേ? അങ്ങനെ ഡിക്രീസ് ചെയ്ത് പോയാൽ മതി കേട്ടോ. ഇനി അടുത്തത് ബാക്ക് പോസ്റ്റ് കൊടുത്തു, ഫ്രണ്ട് പോസ്റ്റ് കൊടുത്തു, ബാക്ക് പോസ്റ്റ്. അപ്പോൾ ഇനി അടുത്തത് കുറച്ചെണ്ണം കഴിഞ്ഞാൽ ഒരു 4 എണ്ണം വരുന്ന വിധത്തിലേക്ക്, അത് ഇത്ര എണ്ണം കണക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് 4 എണ്ണമായിട്ട് എടുക്കുക. അടുത്ത സ്റ്റെപ്പിലും ഒന്നും കൂടി ഡിക്രീസ് ചെയ്ത് വരേണ്ടി വരും. അങ്ങനെ നമ്മുടെ കഴുത്ത് പിന്നെ കുറച്ച് ഒരു 4 ലൈനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തലയിൽ ഇറക്കി നോക്കുക. അപ്പോൾ ടൈറ്റായി നിൽക്കരുത്, കുറച്ച് ലൂസായിട്ട് നമുക്ക് ഇട്ട ഒരു വൃത്തി വരുന്ന വിധത്തിൽ, ഒരു ഭംഗി, ഇതാണ് ഭംഗി എന്ന് തോന്നുന്ന വിധത്തിൽ നമ്മൾ ചെയ്തെടുക്കുക. കഴുത്തിൻ്റെയൊക്കെ ഒരു വട്ടം, അതായത് തലയിൽ കൂടെ ഇറങ്ങുന്ന ഒരു വട്ടം കണക്കാക്കിയിട്ട് നമ്മളുടെ ഐഡിയയിൽ ചെയ്തെടുക്കുക കേട്ടോ. അല്ലാതെ എൻ്റെ അടുത്ത് ഇത് എത്ര ചെയിനാണ് ഇവിടെ വന്നതെന്നൊന്നും ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഇത് നമ്മൾ എടുക്കുന്ന ത്രെഡിനനുസരിച്ചും ഒക്കെ വരും. പിന്നെ നമ്മളുടെ സ്റ്റിച്ചിന് ഓരോരുത്തരെയും സ്റ്റിച്ച് ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഓരോ വിഡ്ത്തും കാര്യങ്ങളൊക്കെ, ചെയിൻ്റെ ലൂസ് എങ്ങനെയാണ് വരുന്നത് അതിനൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മളുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് പിന്നെ അത് നമ്മളത് ഇടുമ്പോൾ എങ്ങനെയാണ് നമുക്കതിന് കൂടുതൽ ഭംഗിയായിട്ട് ഇരിക്കുന്നത് അതിനൊക്കെ അനുസരിച്ച് ചെയ്യാം. ചിലപ്പോൾ 1-2 വട്ടമൊക്കെ അഴിച്ച് തുന്നേണ്ടി വരും. അപ്പം ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടത്. എന്നിട്ട് പോലും പലരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് അവിടെ എത്ര ചെയിൻ എടുത്തത്, ഇവിടെ എത്ര ചെയിൻ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് കാണുക, എന്നിട്ട് പറയണത് മനസ്സിലാക്കിയിട്ട് അതുപോലെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഞാൻ ഡിക്രീസ് ചെയ്ത് 2 റൗണ്ടിൽ ചെയ്തെടുത്തു കേട്ടോ. 2 റൗണ്ടും ഡിക്രീസ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് നമ്മൾ ഡബിൾ ക്രോഷ്യ റൗണ്ട് ചെയ്തു, പിന്നെ ഫ്രണ്ട് പോസ്റ്റും ബാക്ക് പോസ്റ്റും ചെയ്യുന്നതിലാണ് ഡിക്രീസ് ചെയ്ത് 4 സ്ഥലത്തായിട്ട് ഡിക്രീസ് ചെയ്തു. വീണ്ടും ഒരു സ്റ്റെപ്പും കൂടിയും ചെയ്തു കേട്ടോ. അതുകൊണ്ട് ഇതേ ലാസ്റ്റ് വന്ന ഈ 3 ചെയിൻ ഇട്ടതിൽ നമ്മളിതിനെ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്, കണ്ടോ. പിന്നെ വീണ്ടും നമ്മൾ 3 ചെയിൻ ഇടുന്നു. അപ്പോൾ ഇത്ര ചെയ്ത് നോക്കിയിട്ട് നമ്മൾ കഴുത്തിലിട്ട് നോക്കുക. അപ്പോൾ നമുക്കത് കറക്റ്റായി ഇങ്ങനെ ടൈറ്റ് അല്ലാതെ കുറച്ച് ഒരു വൈഡായിട്ടും നമുക്കത് ഫുള്ള് ചെയ്ത് വരുമ്പോൾ ഒരു നീറ്റായി കിടക്കണം. അതിനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഇല്ല ഇതിലും വൈഡായിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇത് ഇത്ര മതി, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഡിക്രീസ് ചെയ്യുന്നില്ല. ഇതേ സെയിം ഇതിൽ ആവശ്യമുള്ള അത്ര നീളത്തിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ നീളം എന്ന് പറഞ്ഞാലും അങ്ങോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും അത് നമുക്ക് ഓരോരുത്തരെയും നെക്കിനനുസരിച്ച്, നെക്കിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമുക്കത് ഇട്ട് നോക്കി എങ്ങനെയാണോ ഭംഗിയായിട്ട് തോന്നുന്നത് അത്രയും നീളം എടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഈ ഫസ്റ്റിലെ ഈ 2 എണ്ണം കൂട്ടിയിട്ടാട്ടോ ചെയ്യണം. ആദ്യം ഒരു 3 ചെയിൻ ഇട്ടിട്ടുണ്ടല്ലോ, ഈ 3 ചെയിൻ ഇട്ടതും ഈ ഡബിൾ ക്രോഷ്യം, ഈ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യം ഇങ്ങനെ ഒരുമിച്ചാണ് ചെയ്യണത്. ഇല്ല വെച്ചെങ്കിൽ ഇതിവിടെ സെപ്പറേറ്റ് നിൽക്കുന്നത് കാണും, അത് അത്ര ഒരു ഭംഗി ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഫസ്റ്റിൽ ചെയ്യുമ്പോഴേ അങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ എവിടെയും ഡിക്രീസ് ചെയ്യില്ല, ഇനി ഇതന്നെ എനിക്ക് ഇത്രയും വൈഡായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യണം.
ഇതപ്പോൾ ഞാനിത് ഇത്രയും നീളമാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് ഒരു 13 റോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ചെയ്തിട്ട് ഇത് ലാസ്റ്റ് 3 ചെയിനിൽ നമ്മളിതിനെ ജോയിൻ ചെയ്യണം. ഇനിയിപ്പോൾ ഇവിടെ ഞാനത് നിർത്താം. ഇനി ത്രെഡോടെ കട്ട് ചെയ്യും. ഇനി കൂടുതൽ ചെയ്യുന്നില്ല, ഇത്ര മതി എനിക്ക്. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഇവിടെ ഈ വൈഡാവുന്നതിനനുസരിച്ച്, അല്ലാണ്ട് ഇതിൻ്റെ നീളം എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിലിപ്പോൾ ഒരു 13 റോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴും അത് മതിയാവില്ല, ഈ ഒരു ലെങ്ത് ഒന്നും മതിയാവില്ല. കാരണം ഇവിടെ വരുന്ന ഇവിടുത്തെ വിഡ്ത്തിനനുസരിച്ച്, അതായത് നമ്മളിവിടെ അല്ല ആദ്യം ചെയ്തു പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ചും കൂടി ഇങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഏത് പാറ്റേണിലാണോ ഈ പോഞ്ചോ ചെയ്യുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ നീളം എടുക്കേണ്ടി വരും. നമ്മൾ ഇട്ട് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണോ അത് നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് അതിനനുസരിച്ചുള്ള നീളത്തിൽ ചെയ്യുക. അതുപോലെ തന്നെ ഈ നെക്കിൻ്റെ അവിടെ അതെ ഇട്ടിങ്ങനെ ടൈറ്റായി നിൽക്കരുത്, കുറച്ചൊന്ന് ലൂസായിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് ഇടാനും മൂരാനും പറ്റണമല്ലോ. അപ്പോൾ ആ ലെവലിൽ അത്ര വൈഡായിട്ട് ഓരോരുത്തരുടെയും ഹെഡിൻ്റെ സർക്കംഫറൻസ് അനുസരിച്ച് ചെയ്തെടുക്കുക. പിന്നെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിതെപ്പോഴും പറയുന്നുണ്ട്, പക്ഷെ ആരും അങ്ങനെ ഷെയർ ചെയ്യുന്നൊന്നും ഇല്ല എന്ന് എനിക്കറിയാം. ഓക്കെ, നിങ്ങളുടെ ഡൗട്ട്സിനും എല്ലാം ഞാൻ യാതൊരു ബുദ്ധിമുട്ടും കൂടാണ്ട് എപ്പോഴും നിങ്ങൾക്ക് റിപ്ലൈയും എല്ലാം തരുന്നുണ്ട്. ഞാൻ ആകെ ആവശ്യപ്പെടാറുള്ളത് ഇത് മാക്സിമം ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഈ ക്രോഷ്യ ട്യൂട്ടോറിയൽ വീഡിയോസൊന്നും അധികം ഷെയർ ചെയ്ത് പോകുന്നില്ല, അതിൻ്റെ വ്യൂസ് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അഡീനിയം പ്ലാന്റ്സിൻ്റെ വീഡിയോസൊക്കെ നല്ലോണം ഷെയർ ചെയ്ത് അതിന് വ്യൂസ് കിട്ടാറുണ്ട്. പക്ഷേ ഇതിനാരും ഷെയർ ചെയ്യുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നതിനൊക്കെ അനുസരിച്ചിരിക്കും ഞാൻ കൂടുതൽ ട്യൂട്ടോറിയൽസ് ഇടുന്നത്. എൻ്റെ ട്യൂട്ടോറിയൽസൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്, നന്നായി മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ആരും അതിനെ മാക്സിമം വേണ്ടത്ര ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ ഞാനിനി കൂടുതലായിട്ട് ട്യൂട്ടോറിയൽസ് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ തന്നെ ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.